മീഡിയസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി അടിമുടിയൊന്ന് വിറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ പൊങ്ങി വരുന്ന മറ്റൊരു വാർത്തയാണ് മമ്മൂട്ടിയും തിലകനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ. ആ ഒരു കാര്യത്തെക്കുറിച്ച് എസ് എൻ സ്വാമി പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി. 40-ലധികം സിനിമകൾ മമ്മൂട്ടിയോടൊപ്പം ചെയ്തിട്ടുള്ള തനിക്ക് മമ്മൂട്ടിയുടെ സ്വഭാവം വ്യക്തമായി അറിയാമെന്നും നേരറിയാൻ CBI എന്ന തൻ്റെ സിനിമയിൽ കാപ്ര എന്ന കഥാപാത്രമായി തിലകനെ വിളിക്കണമെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണെന്നും എസ് എൻ സ്വാമി പറയുന്നു. തിലകന് സിനിമയിൽ വിലക്കുള്ള സമയമായിരുന്നതിനാൽ തനിക്കും കെ മധുവിനും അദ്ദേഹത്തെ വിളിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ തിലകൻ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് മമ്മൂട്ടി പറയുകയും താൻ തന്നെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തെന്ന് എസ് എൻ സ്വാമി ഇപ്പോൾ പറയുന്നു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കേട്ട് വേദന തോന്നിയതുകൊണ്ടാണ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്നതെന്ന് എസ് എൻ സ്വാമി മനോരമ ഓൺലൈനിലോടാണ് പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ കുറേ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും കാണുന്നുണ്ട്. റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും തോന്നിയതുപോലെ മനസ്സിൻ്റെ താല്പര്യമനുസരിച്ചും സോഷ്യൽ മീഡിയയിൽ പല കഥകൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മമ്മൂട്ടിയെക്കുറിച്ച് വന്ന ചില ന്യൂസുകളാണ്. മമ്മൂട്ടി തിലകനെതിരെ പ്രവർത്തിച്ചു എന്നും അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്നും പലരും പറയാതെ പറയുന്നത് കേട്ടു. പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് വരുന്ന ആ കള്ളക്കഥകളൊന്നും ശരിയല്ല എന്ന് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ മനസ്സും സ്വഭാവവും എൻ്റെ അത്ര ആർക്കും അറിവുണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തിനൊപ്പം 40-ലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുമുണ്ട്. നേരറിയാൻ CBI എന്ന എൻ്റെ പടത്തിൻ്റെ കഥാചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സീൻ ബൈ സീനായി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും മമ്മൂട്ടിയും ഒരുമിച്ചിരുന്നാണ് സീൻ വായിക്കുന്നത്. ആ സിനിമയിൽ കാപ്ര എന്നൊരു കഥാപാത്രമുണ്ട്. അത് തിലകനാണ് ചെയ്തത്. തിലകന് ആ സമയത്ത് വിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ആ കഥാപാത്രത്തിനോട് സാമ്യമുള്ള ഒന്നാണ് മണിച്ചിത്രത്താഴിലേതെന്നും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മടിയുണ്ടായിരുന്നു വിളിക്കാൻ. പക്ഷേ കഥ വായിച്ചു കഴിഞ്ഞ് മമ്മൂട്ടി ആദ്യം പറഞ്ഞത് ഈ കഥാപാത്രത്തെ തിലകൻ ചേട്ടൻ തന്നെ അവതരിപ്പിക്കണമെന്നാണ്. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരാളാണ് മമ്മൂട്ടി. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം തിലകൻ്റെ മകനും ഇതുതന്നെ സംസാരിക്കുകയുണ്ടായി. ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ മമ്മൂട്ടിയും തിലകനും തമ്മിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ തഴയുന്നതിനോ മമ്മൂട്ടി ഒരു കാര്യമായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പലതരം കഥകൾ വരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ അടിമുടി വിറച്ചിരിക്കുന്ന മലയാള സിനിമയിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുകയാണ്. പവർ ഗ്രൂപ്പ് അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അറിയാം. അതേപോലെ തൊഴിലിടത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ലേഡീസ് വരെയുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടുമിക്ക സിനിമകളിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അതിനകത്തിലൂടെ ഈ പറഞ്ഞ പോലെ ഇതിനകത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു. ഇന്ന് സിദ്ദിഖും പറയുകയുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവർ അതിനകത്തിൽ പലവട്ടം ചർച്ചയ്ക്ക് ചെന്നിരുന്നു എന്നുള്ളൊരു കാര്യം അതെങ്ങും റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണേലും ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന 15ഓളം പേരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു റിപ്പോർട്ട് അവിടെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പേജസ് അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പുറത്തു വരണമെന്നുള്ള ഏറ്റവും ആവശ്യമാണ് ഇന്ന് ജനങ്ങൾ പറയുന്നത്. സിനിമാ മേഖലയും സാധാരണ പോലെ ഉള്ള ഒരു തൊഴിലിടം മാത്രമാണ്. കുറച്ച് ഗ്ലാമർ ഇതിന് കൊടുക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കലാരൂപമാണ് സിനിമ. അതിന് മുകളിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകാതിരുന്നാൽ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറും. ജനങ്ങൾ നൽകുന്ന കോടികൾ അല്ലെങ്കിൽ 100-ഉം 150-ഉം കൂട്ടിവെച്ച് കോടികൾ വാങ്ങുന്ന സിനിമാ മേഖല എന്ന തൊഴിലിടത്ത് വലിയ ആളുകളായിട്ട് നിൽക്കുന്നു ആളുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നമ്മൾ തന്നെയാണ് ഇവരെ സെലിബ്രിറ്റീസും ആക്കുന്നത്. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചാൽ ഇതെല്ലാം തീർക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനിയും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സിനിമ സെറ്റിൽ പോയാൽ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയാലൊക്കെ ഒരുപാട് പേർ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇതിനകത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ WCCയുടെ അംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴികളിലും കാര്യങ്ങളിലും ഇവർ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആളുകളെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായ
ശിക്ഷ നൽകുകയും, അതായത് അമ്മ എന്ന സംഘടനയിലൂടെയല്ല നമ്മളുടെ നിയമത്തിലൂടെ തന്നെ കൊണ്ടുവരണമെന്നുള്ളതാണ് നമ്മളുടെയും ഓരോരുത്തരുടെയും ആഗ്രഹം. എന്നാലും ഇവിടെ ഇന്ന് ഈ ഒരു വാർത്ത, അതായത് ഇന്നലെ വന്ന ഒരു വാർത്ത തന്നെയാണ് എസ് എൻ സ്വാമി മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന, അതായത് തിലകൻ വിഷയത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനോട് കാര്യങ്ങൾ ഒന്ന് പ്രതികരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. കൈപ്പിടിയാസ്.